ഇനി ആലപ്പുഴയിൽ നിന്നുള്ള വാർത്തയാണ്. ഇന്നലെ ആലപ്പുഴയിൽ ഹാഷ്മി എത്തിയതുകൊണ്ടാണോ എന്നറിയില്ല, പുറക്കാട് കടൽ ഉൾവലിഞ്ഞു. ഒരു മഹാസാഗരത്തെ കണ്ടതുകൊണ്ട് ഒരു നാണം തോന്നിയിട്ട് പുറക്കാട് കടൽ ഉൾവലിഞ്ഞതാണോ എന്നറിയില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത്. ആ കടൽ ഉൾവലിഞ്ഞ ആ പ്രതിഭാസത്തിനൊരു മാറ്റമുണ്ടായിരിക്കുന്നു. കടൽ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. പൂർവ്വസ്ഥിതിയിലായതോടെ വള്ളങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും തിരികെ തീരത്തെത്തിച്ചിട്ടുണ്ട്. മനീഷ്, നമ്മൾ ഇന്നലെ ഏതാണ്ട് ഇതേ സമയം അവിടെ നിൽക്കുമ്പോഴത്തേക്കായിരുന്നു മനീഷിന്റെ മറ്റേ ഫോണിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റേ ഫോൺ വരുന്നത്, ഇതുപോലെ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു എന്നുള്ള വാർത്ത. ഏതാണ്ട് അതേ സമയം ഏതാണ്ട് നേരത്തോട് നേരമായപ്പോഴത്തേക്ക് കടൽ ഓക്കെ ആയോ? ഹാഷ്മി, ഇതേ സമയത്ത് തന്നെ നമ്മൾ ഇന്നലെ ആലപ്പുഴ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് അവിടെ കടൽ രൂക്ഷമാണ്, കടൽ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരുന്നു. അതേ സമയത്ത് തന്നെ ഇവിടെ കടൽ ഉൾവലിഞ്ഞ സാഹചര്യമായിരുന്നു. അതായത് ഇന്നലെ പുലർച്ചെ 5:30 മുതൽ തന്നെ ഏകദേശം ഒരു 50 മീറ്ററോളം, ഇത് പുറക്കാട് എന്ന സ്ഥലമാണ്, അതായത് അമ്പലപ്പുഴ കഴിഞ്ഞ് പഴയങ്ങാടിക്കും പുന്തലയ്ക്കും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഇവിടെ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം 850 മീറ്റർ 1 കിലോമീറ്റർ അടുത്തുള്ള ഭാഗത്തെ സ്ഥലത്ത് 50 മീറ്ററോളം അകത്തേക്ക് കടൽ ഉൾവലിഞ്ഞ സാഹചര്യം ഉണ്ടായത്. അതായത് ഇപ്പം നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന വള്ളങ്ങൾക്ക് തൊട്ട് മുമ്പായി വരെ ഉൾവലിഞ്ഞ സാഹചര്യമുണ്ട്. ഇത് വലിയ രീതിയിൽ ആശങ്ക പരത്തി. പക്ഷേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇത് സ്വാഭാവിക പ്രതിഭാസമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ ചില ആളുകൾക്ക് ഈ 2004 സുനാമി ഉണ്ടാകുന്ന സമയത്തും ഇതുപോലെ തന്നെ കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞു. എന്താണെങ്കിലും അത് ഏറെ നേരം ആശങ്ക പരത്തി. ഇവിടെ ഉണ്ടായിരുന്ന ചില വള്ളങ്ങളൊക്കെ തന്നെ ഈ ചെളിയിൽ പൂണ്ടുപോയി. പിന്നീട് ഉടൻ തന്നെ ആ വള്ളങ്ങളും ഒപ്പം തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ ഇവിടെ നിന്നും മാറ്റിയത് കൊണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ ഇതേ സമയത്ത് ഇവിടെ ഉൾവലിഞ്ഞ സമയത്ത് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പക്ഷേ കടൽ രൂക്ഷമായിരുന്നു. അവിടെ കടൽ രൂക്ഷമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ചെളി വന്നടിഞ്ഞത്. സാധാരണഗതിയിൽ ഈ ചാകരയ്ക്ക് മുന്നോടിയായിട്ടുണ്ടാകുന്ന ഒരു സാധാരണ പ്രതിഭാസം എന്നാണ് ഇതിനെയൊക്കെ തന്നെ ഇന്നലെ തഹസിൽദാർ, അതായത് അമ്പലപ്പുഴ തഹസിൽദാരും ഒപ്പം തന്നെ വില്ലേജ് ഓഫീസറും അങ്ങനെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ, റവന്യൂ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ സന്ദർശനം നടത്തി. ഇത് സ്വാഭാവിക പ്രക്രിയയാണ്, പ്രതിഭാസമെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഈ ചാകര എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഈ ചെളി വന്നടിയുന്നതാണ്. ചെളി വന്നടിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ചിലപ്പോൾ അത് ചെളി തെളിഞ്ഞ് പിന്നീട് ഒരുപാട് മത്സ്യങ്ങൾ ഇവിടെ എത്തും. അങ്ങനെ ഒരു മത്സ്യം കൂടുതൽ വരുന്നതിനെ ചാകരയായി പറയും. അങ്ങനെ ചെറിയ ഈ ചെളിയിൽ ഒത്തിരി സൂക്ഷ്മ ജീവികളുണ്ടാകും. ഈ ജീവികളെ ഭക്ഷിക്കാനായി ചെറുമീനുകളെത്തും, ചെറുമീനുകളെ ഭക്ഷിക്കാനായി വലിയ മീനുകളെത്തും. അങ്ങനെയാണ് ഈ ചാകര പ്രദേശത്ത് വലിയ മീനുകളെത്തുക. എന്താണെങ്കിൽ ചാകര ഇവിടെ നിലവിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏകദേശം ജൂൺ, ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒക്കെ സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതൽ അധികമായി മീനുകൾ എത്തുക. ഇത് സംബന്ധിച്ച് എന്താണ് നാട്ടുകാർക്ക് കൂടി പറയാനുള്ളത്? എന്താണ് ഇതിൻ്റെ വ്യക്തമായ കാരണത്തെ സംബന്ധിച്ച് ഇപ്പോഴും ചില ആശങ്കകളുണ്ട്. എന്താണ് ഇത് നിലവിൽ ഈ സാഹചര്യം മാറി തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം? തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് പ്രകാശ് എന്നാണ്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, അവരുടെ മീൻ ലേലം ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ സുനാമി വന്ന് പോയി പിന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇതൊക്കെ മുമ്പൊക്കെ നമ്മൾ ജൂൺ, ജൂലൈ മാസങ്ങളിൽ മാത്രമേ ഈ തിര അപ്പുറത്തും ഇപ്പുറത്തും അടിക്കുമ്പോൾ ഈ ചേറുള്ള വട്ടിച്ച് കര കുത്തിയിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പണിക്ക് പോകാൻ പറ്റുന്നത്. പക്ഷേ ഇതിപ്പോൾ കാണുന്നത് 2006 നമ്മുടെ ഈ സുനാമി വന്നതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. പ്രകൃതിയിൽ നിന്നും എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നുള്ള വ്യക്തമായ കാരണം നിങ്ങൾക്ക് അറിയുമോ? ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇപ്പോൾ കടൽ പടിഞ്ഞോട്ട് വലിഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമുക്കിത്ര അറിയാൻ പറ്റുന്നുള്ളൂ, കടൽ പടിഞ്ഞോട്ട് വലിഞ്ഞു പോകുന്നതായിട്ട് മാത്രം. ഇതിപ്പോൾ 3 ദിവസമായി. ഇന്നത്തേക്ക് 3 ഏകദേശം ഒരു 4-5 ദിവസം കഴിയാതെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. അത് ചേറിങ്ങനെ ഇരിക്കുന്ന കാരണം ഞങ്ങൾക്ക് വള്ളം പണിക്ക് തെളിവിട്ടാലേ പണിക്ക് പോകാൻ പറ്റില്ല. ചേറിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് ഇവിടെ ഉള്ള പുറക്കാട് ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഇതൊക്കെ മുമ്പേ ഇറക്കിയിട്ടിരുന്ന കയറ്റാൻ പറ്റുന്നില്ല. ചേറായത് കാരണം കയറ്റാൻ പറ്റുന്നില്ല. ഇനി വെള്ളം പടിഞ്ഞോട്ട് പോയാൽ വെള്ളം തിരിച്ച് കിഴക്കോട്ട് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് പിടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അതുപോലെ കിഴക്കിരിക്കുന്ന വെള്ളം പടിഞ്ഞോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സാഹചര്യം ഞങ്ങൾക്ക് ഇപ്പോൾ പണിക്ക് പോകാൻ പറ്റാത്തൊരു നിലപാടിലാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. ഏകദേശം ഒരു 3-4 ദിവസം കൂടെ കഴിയുമെന്ന് തോന്നുന്നു. പഴയ സ്ഥിതിയിലേക്ക് പറഞ്ഞൊരു പൂർവ്വസ്ഥിതിയിലേക്ക് മുഴുവനായും എത്തിയിട്ടില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് സമുദ്ര ഗവേഷണ പഠന സർവകലാശാലയൊക്കെ തന്നെ ഒരു പഠനം നടത്തണമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. നിലവിലുള്ള ഒരു നിഗമനം ഇത് ചാകരയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സ്വാഭാവിക പ്രതിഭാസം എന്നുള്ളതാണ്. ഹാഷ്മി, എന്തായാലും കുഫോസ് അത് പഠിക്കട്ടെ, പഠിച്ചിട്ട് അതിന്റെ കൃത്യമായ കാരണം കണ്ടെത്തട്ടെ, അതിനൊരു പരിഹാരമാകട്ടെ. മനുഷ്യ ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നത് അവിടുത്തെ വെയിൽ കൊണ്ടാണെന്ന് ആൾക്കാർ എഴുതും. വെയിലൊന്നുമല്ല, ചുമ്മാ ഫാഷന് വേണ്ടി ഷോയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. അതല്ലാതെ വെയിൽ കൊണ്ട് വെക്കുന്നൊന്നുമല്ല മനീഷ്.